മണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ. മോഹൻലാൽ നായകനായി എത്തുന്ന തുടരുമെന്ന ചിത്രത്തിൻ്റെ കൺമണിപ്പൂവേ എന്നുള്ള ആ ഒരു സോങ്, അതിൻ്റെ ലിറിക്കൽ വീഡിയോ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ വല്ലാത്ത ഒരു സന്തോഷത്തിലേക്ക് എത്തും. വേറൊന്നുമല്ല, ഇതാണ് മോഹൻലാലിൽ നിന്ന് നമ്മൾ കൊതിക്കുന്ന ഒരു സിനിമ. ഈ ഒരു സിനിമ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുമെന്നുള്ളത് ഈ ഒരു പാട്ടിലൂടെ തന്നെ തോന്നുകയാണ്. വേറൊന്നുമല്ല, ഒരുപാട് നാളുകളായി കുറേ പാട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷേ ഒന്നും മനസ്സിൽ ടച്ച് ചെയ്യുന്നില്ല. പലതും നമുക്ക് ഇഷ്ടമൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ അങ്ങോട്ട് പിടിച്ചിരുത്താറില്ല. പക്ഷേ ഇത് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷേ ഇതിൻ്റെ രാഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കയറുന്നതായിരിക്കും. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, മോഹൻലാൽ സിനിമയിലെ ഒരു പാട്ട് എന്നും മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രിയങ്കരമാണ്. ഇവിടെ തുടരും എന്ന ചിത്രത്തിലെ കൺമണിപ്പൂവേ എന്നുള്ള ലിറിക്കൽ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും സോണി മ്യൂസിക്കിലാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. സോണി മ്യൂസിക് സൗത്തിൽ കയറിയിട്ടൊന്ന് കേൾക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടേ ഇത് നിർത്തുകയുള്ളൂ. അതേപോലെ തന്നെ വിഷ്വലും വളരെ രസകരമായിട്ട് തന്നെയാണ്. സ്റ്റിൽസിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഭയങ്കര രസകരമായിട്ട് തോന്നുന്നു. മോഹൻലാൽ എന്ന നടനിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, ശരാശരി ഒരു മലയാളി ആഗ്രഹിക്കുന്ന ആ ഒരു വേഷം ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് ശോഭന കൂടെ ഒരു കൂട്ടുകെട്ടിലെത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇത് ഒരു സൂപ്പർ മെഗാ ഹിറ്റ് മൂവി തന്നെയായിരിക്കും. കാരണം അത്രത്തോളം ഫാമിലീസിനെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു സിനിമയുടെ ഈ ഒരു സോങ് നിൽക്കുന്നത്. അതിൽ നിന്ന് അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ കഴിയുന്നു. ഇവരുടെ കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നത് നമുക്കറിയാം. പഴയ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട പല സിനിമകളിലും ഈ ഒരു ജോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു താര ജോഡി തന്നെയാണ്. അവർ വീണ്ടും ഒരുമിക്കുമ്പോൾ അതേ ഫീല് നമുക്ക് കിട്ടുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് ആലോചിക്കുക, എപ്പോഴൊക്കെ ഒരുമിച്ചിട്ടുണ്ടോ അന്നൊക്കെ നമുക്ക് ഭയങ്കരമായി തൃപ്തി നൽകുന്ന ഒരു ജോഡിയാണെങ്കിൽ വീണ്ടും അത് തുടരുമ്പോൾ അത് നമുക്ക് വല്ലാത്ത കൗതുകം തന്നെയാണ്. അതായത് ദാസനും രാധയും വീണ്ടും വരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നീട് ഇതിനകത്തിൽ പഴയ കാലത്തെ കുറേ അവരുടെ പഴയ ഫോട്ടോകളും അവർക്ക് ഇഷ്ടമുള്ള കമലഹാസൻ, മമ്മൂട്ടി തുടങ്ങിയ കുറേ പേരുടെ പടങ്ങൾ ഭിത്തിക്ക് വെക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സാധാരണക്കാരുടെ ലെവലിലുള്ള ഒരു ജീവിതത്തിന് അതൊക്കെ നമ്മളൊക്കെ കൊതിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഫാമിലി ഓഡിയൻസ് കയറി കൊളുത്തും എന്നുള്ളത് ഉറപ്പിക്കാം. 10-40 വർഷമായിട്ട് നമ്മൾ കാണുന്നതാണല്ലോ, അത് വീണ്ടും ഇവിടെ തുടരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനകത്ത് പറയാനുള്ളത് ആ പാട്ടിലെ പറയുന്ന പോലെ എന്തൊരു ചേലാണ് ഈ ഇവരെ രണ്ടുപേരെയും കൂടെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വട്ടം ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നിപ്പോവുകയാണ്. അത് എനിക്ക് തോന്നിയതാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. എന്നാലും പാട്ട് അതിഗംഭീരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. വളരെ ഫീലുള്ള ഒരു പാട്ടാണ്. ആ ഒരു MG ശ്രീകുമാറിൻ്റെ ആ ഒരു സൗണ്ടിൽ മോഹൻലാലിന് നമ്മൾ സങ്കല്പിക്കുമ്പോൾ തന്നെ അത് വല്ലാതെ അത് മോഹൻലാൽ പാടുകയാണ്, അല്ലെങ്കിൽ എത്രത്തോളം മാച്ചിങ് ആയിട്ടുള്ള ഒരു സൗണ്ട് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അതായത് കണ്ണടച്ച് കേട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാതെ ഒരു ഫീൽ, മോഹൻലാൽ നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. എന്താണേലും നാടൊടിക്കാറ്റ്, വെള്ളാനുകളുടെ നാട്, മിന്നാരം, തേന്മാവിൻ കൊപ്പത്ത്, മണിച്ചിത്രത്താഴ്, അങ്ങനെ നീണ്ടു നിൽക്കുന്ന മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ വന്ന ഹിറ്റുകൾക്ക് പുറകെ മറ്റൊരെണ്ണം കൂടെ തുടരാൻ എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾക്ക് കേട്ടിട്ട് അതിൻ്റെ കമൻസുകളൊന്ന് പറയാം. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും. ഒരു പൂർണ്ണമായിട്ടും ഒരു 90% ആളുകൾക്ക് ഇഷ്ടപ്പെടും. യൂത്തിന് പോലും, അല്ലെങ്കിൽ യൂത്ത് ഒരു പക്ഷേ ഇച്ചിരി വ്യത്യസ്തത പുലർത്തുന്ന ഗാനങ്ങളിലേക്കാണ് നോട്ടമിടുന്നതെങ്കിൽ പോലും അവരും ഇത് പാടും. കാരണം പഴയ പാട്ടുകളൊക്കെ കേട്ട് തന്നെയാണ് ഇവിടെ ഓരോ മലയാളിയും വളർന്നിരിക്കുന്നത്. എത്ര പുതിയ പാട്ട് കേട്ടാലും ഇന്നും നമ്മൾ തൂവാനത്തുമ്പികളിലെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കിരീടത്തിലേക്ക് പാട്ട് കേട്ട് തന്നെയാണ് പിന്നെയും നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. വല്ലാത്ത മൂടുള്ള, നമുക്ക് സിനിമ എത്രയും പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ള തോന്നലുണ്ടാക്കുന്ന ആ ഒരു സോങ് തന്നെയാണ്. അതിലുമുപരി മോഹൻലാലിൻ്റെ ആ ഒരു ചിരിമതി ഈ ഒരു സിനിമ, ഈ ഒരു സോങ് കണ്ടിരിക്കാൻ എന്ന് തന്നെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽസ.